മാതാപിതാക്കളുടെ എത്രാമത്തെ മകനാണ് ബഷീർ? മാതാപിതാക്കളുടെ എത്രാമത്തെ മകനാണ് ബഷീർ? മൂത്ത മകൻ. ബഷീർ മൂത്ത മകനാണ്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന LP-UP വിഭാഗം ബഷീർ ദിന ക്വിസിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളിലേക്ക് സ്വാഗതം. ഉമ്മ, ഞാൻ കാന്തിനെ തൊട്ടു എന്ന് പറഞ്ഞ ബഷീർ എവിടെ വെച്ചാണ് ഗാന്ധിജിയെ കണ്ടതും അദ്ദേഹത്തെ തൊട്ടതും? വൈക്കത്ത് വെച്ചാണ് ഗാന്ധിജിയെ കണ്ടതും തൊട്ടതും. ബഷീറിന്റെ ഉമ്മയുടെ പേര് കുഞ്ഞാച്ചുമ്മ. ബഷീറിന്റെ ബാപ്പയുടെ പേര് എന്താണ്? ബഷീറിന്റെ ബാപ്പയുടെ പേര് കായി അബ്ദുറഹ്മാൻ. ബഷീറിന് പലപ്പോഴും തല്ലുകൊള്ളാനിടയാക്കിയ കാലിന് അല്പം സ്വാധീനക്കുറവ് ഉണ്ടെങ്കിലും വികൃതിയായ അനുജന്റെ പേര്? അബ്ദുൽ ഖാദർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബഷീർ നാട് വിട്ടുപോയി ഏതു സമരത്തിലാണ് പങ്കെടുത്തത്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിലെ ഏതു സമരത്തിലാണ് ബഷീർ പങ്കെടുത്തത്? സ്വാതന്ത്ര്യ സമരത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലാണ് ബഷീർ പങ്കെടുത്തത്. എവിടെ വെച്ചാണ് ബഷീർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? കോഴിക്കോട്ട് വെച്ചാണ് അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ബഷീറിന് ലഭിച്ച ശിക്ഷയെന്ത്? അദ്ദേഹത്തിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. തടവ് ശിക്ഷ ലഭിച്ചു. പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര്? ബഷീറിന്റെ ആദ്യത്തെ കഥയാണ് തങ്കം എന്നാണ് പേര്. സ്വാതന്ത്ര്യ സമരത്തിലെ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളോട് ഇഷ്ടം കാരണം ബഷീർ ആരംഭിച്ച വാരിക ഏതാണ്? ഉജ്ജീവനം എന്നാണ്. ആദ്യകാലത്ത് ബഷീർ ലേഖനങ്ങളടക്കം എഴുതിയത് ഏതു പേരിലാണ്? പ്രഭ എന്ന പേരിലാണ് ആളെ തിരിച്ചറിയാതിരിക്കാൻ ബഷീർ ലേഖനങ്ങളടക്കം എഴുതിയത്. തിരുവിതാംകൂർ സർക്കാരിനെതിരെ ലേഖനങ്ങൾ എഴുതിയതിന് ബഷീറിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു? 2 കൊല്ലം ജയിൽവാസം ശിക്ഷ ലഭിച്ചു. ബഷീർ ജയിലിൽ വെച്ച് എഴുതിയ നോവൽ? പ്രേമലേഖനം എന്ന നോവൽ ജയിലിൽ വെച്ചാണ് എഴുതിയത്. ജയിലിൽ കഴിഞ്ഞ അനുഭവങ്ങൾ വെച്ച് ബഷീർ എഴുതിയ കൃതി? മതിലുകൾ എന്നാണ് ജയിലിലെ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം എഴുതിയ കൃതിയുടെ പേര്. മതിലുകൾ സിനിമയാക്കിയപ്പോൾ അതിൽ ബഷീർ ആയി അഭിനയിച്ചതാര്? മമ്മൂട്ടി. പ്രസിദ്ധ നടനായ മമ്മൂട്ടിയാണ് ബഷീർ ആയി മതിലുകൾ സിനിമയിൽ അഭിനയിച്ചത്. പള്ളിക്കൂടത്തിൽ വാദ്യാർ ഹാജർ വിളിക്കുമ്പോൾ മജീദിനെ വിളിച്ചിരുന്ന പേരെന്താണ്? മണ്ടശിരോമണി. ഏതു വിഷയത്തിലാണ് മജീദിന് ഏറ്റവും മോശം മാർക്ക്? കണക്കിനാണ് ഏറ്റവും മോശം മാർക്ക്. ഒന്നും എത്രയാണെടാ എന്ന് വാദ്യാർ ചോദിച്ചതിന് കണക്കു ക്ലാസ്സിൽ മജീദ് നൽകിയ ഉത്തരം എന്താണ്? ഉമ്മിണി വലിയ ഒന്ന് എന്നാണ് ഉത്തരം നൽകിയത്. ബഷീർ പൂവമ്പഴം എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതേ പേരിൽ കഥ എഴുതിയ മറ്റൊരു മലയാള സാഹിത്യകാരനുണ്ട്. ആര്? കാരൂർ നീലകണ്ഠപിള്ള. ഇന്ത്യ ഗവൺമെന്റ് ബഷീറിന് പത്മശ്രീ ബഹുമതി സമ്മാനിച്ച വർഷം? 1982 പത്മശ്രീ ബഹുമതി ബഷീറിന് ലഭിച്ചത്. കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകളുടെ ഉടമ ആര്? കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി ആനകളുടെ ഉടമ ചാത്തങ്കേരി മനയാണ്. 100% എൻ്റെ കഥയാണ്
എന്ന് ബഷീർ പറഞ്ഞിട്ടുള്ള കൃതി ഏതാണ്? 100% എൻ്റെ കഥയാണ് എന്ന് ബഷീർ പറഞ്ഞിട്ടുള്ളത് പാത്തുമ്മായുടെ ആട് എന്ന കൃതിയെ പറ്റിയാണ്. 90% എൻ്റെ ജീവിതകഥ എന്ന് ബഷീർ പറഞ്ഞിട്ടുള്ള കൃതി ഏത്? ബാല്യകാലസഖി. ബാല്യകാലസഖി. ബഷീറിൻ്റെ പുസ്തകങ്ങളെപ്പറ്റി വളരെയധികം പഠിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ആരാണ്? അതാണ് റൊണാൾഡ് ഇ ആഷർ. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ബഷീറിൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ ഫോട്ടോകൾ പകർത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആര്? പുനലൂർ രാജൻ. പുനലൂർ രാജൻ. ബഷീർ കാമുകന്റെ ഡയറി എന്ന് പേരിടാൻ ഉദ്ദേശിച്ച പുസ്തകത്തിന് പിന്നീട് എന്താണ് പേരിട്ടത്? അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്നാണ് പേരിട്ടത്. ബഷീർ സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മണം എന്ന് പേരിടാം എന്ന് വിചാരിച്ച കൃതി ഏതാണ്? മതിലുകൾ. മതിലുകൾ എന്ന കൃതിക്കാണ് ഇങ്ങനെ പേരിടാൻ വിചാരിച്ചത്. ബഷീറിൻ്റെ പുസ്തകങ്ങളിൽ ആദ്യം എഴുതിയതിൽ ഒരു തിരുത്തും കൂടാതെ പ്രസിദ്ധീകരിച്ച ഒരേ ഒരു കൃതി ഏതാണ്? പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് എന്ന കൃതി ബഷീർ ആദ്യത്തെ വട്ടം എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. ബഷീർ ഉമ്മയുടെ മൂത്ത മകനാണ്. ഉമ്മയുടെ മൂത്ത മകളുടെ പേര് പാത്തുമ്മ. പാത്തുമ്മയാണ് ഉമ്മയുടെ മൂത്ത മകൾ. ബഷീർ ദിന ക്വിസിൽ വിജയം നേടാൻ ഉണ്ണീസ് വിജയപാത നിങ്ങളെ സഹായിക്കും. രാത്രിയിൽ വള്ളവുമായി ചാണകം മോഷ്ടിക്കാൻ പോയ രാമൻ നായർ വെട്ടിക്കോരിയെടുക്കാൻ ആഞ്ഞു വെട്ടിയത് എവിടെയാണ്? പാറുക്കുട്ടി ആനയുടെ ദേഹത്ത്. പാറുക്കുട്ടി ആനയുടെ ദേഹത്താണ് ആഞ്ഞു വെട്ടിയത്. നിസാർ അഹമ്മദ്, കുഞ്ഞു പാത്തുമ്മ എന്നിവർ ഏതു കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് നിസാർ അഹമ്മദ്, കുഞ്ഞു പാത്തുമ്മ. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ഭാഷാപ്രയോഗം ബഷീറിൻ്റെ ഏതു കൃതിയിലാണ് ഉള്ളത്? ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലാണ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന പ്രയോഗം ഉള്ളത്. ബഷീർ ചെയ്ത ഒരു പ്രസംഗം പുസ്തകമാക്കിയതിനിട്ട പേര് എന്താണ്? ചെവിയോർക്കുക അന്തിമ കാഹളം. ചെവിയോർക്കുക അന്തിമ കാഹളം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ബഷീറിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര്? ടാറ്റ. ടാറ്റ എന്നാണ് ബഷീറിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.